എവിടെയും പോകാനാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ചിലപ്പോൾ 2,000-3,000 വ്യത്യാസം ഉണ്ടാവും. അതിന് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ 2 ദിവസം അവർ ട്രെയിനിൽ പോകും. 2 മണിക്കൂർ ഫ്ലൈറ്റ് എത്തേണ്ട കേസിൽ എല്ലാ ആൾക്കാരും പൈസ മുടക്കാൻ പേടിക്കുന്നത് അവർക്ക് ആ പൈസ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. ഇഫ് യു ഹാവ് ദ കേപ്പബിലിറ്റി ടു മേക്ക് മണി യു ഷുഡ് സ്റ്റാർട്ട് സ്പെൻഡിങ് മണി. കാരണം ദ മോർ യു സ്പെൻഡ് ദ മോർ യു മേക്ക്. ഇപ്പോൾ പണ്ടുള്ളവർ പറയുന്നത് സൂക്ഷിച്ച് ചിലവാക്കണം, ദൂർത്തടിക്കരുത് എന്നൊക്കെ പറയുന്നവരുടെ ദൂർത്തടിക്കാനും ഒന്നുമില്ല. അവർക്ക് അതിനുള്ള കഴിവില്ല. മോർ മണി യു സ്പെൻഡ് ദ മോർ മണി യു മേക്ക്. അതാണ് കൺസെപ്റ്റ്. ഈ റീലിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് ഞാൻ പറയില്ല. പൈസ ഉണ്ടെങ്കിൽ ലൈഫ് കംഫർട്ടബിൾ ആക്കുന്ന ഡിസിഷൻസ് എടുക്കുന്നതിനും കൂടി വേണ്ടിയാണല്ലോ പൈസ. പക്ഷേ ദ മോർ യു സ്പെൻഡ് ദ മോർ യു മേക്ക് എന്നത് തെറ്റാണ്. സത്യത്തിൽ ഭൂരിഭാഗം ആളുകളുടെ കേസിലും നേരെ തിരിച്ചാണ് സംഭവിക്കുക. കൂടുതൽ ഏൺ ചെയ്യുന്നതിനനുസരിച്ച് അതിലും കൂടുതൽ സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഈ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ കാരണം ഇഷ്ടമല്ലെങ്കിലും ജീവിതകാലം മൊത്തം പണിയെടുത്ത് തീർക്കും. എന്റെ പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു ബുക്കാണ് ദ സൈക്കോളജി ഓഫ് മണി. തീർച്ചയായും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക്. ആ ബുക്കിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, നമ്മൾ പണം ഉണ്ടാക്കുന്നത് അത് ആവശ്യത്തിനുള്ളത് കാരണം നമ്മുടെ ടൈം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും എന്നത് ചിന്തിച്ചായിരിക്കണം എന്നതാണ്. അതുപോലെ ആ ബുക്കിൽ പറയുന്ന വേറൊരു കാര്യം, റിച്ച് ആൻഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും അവർ സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് സക്സസ്ഫുൾ ആയത് എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. ലക്ക് ഒരു വലിയ ഫാക്ടറാണ്, പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു ഫാക്ടർ. ഉദാഹരണത്തിന് 60കളിൽ കമ്പ്യൂട്ടറുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയതാണ് ബിൽ ഗേറ്റ്സ് ഇത്രയും സക്സസ്ഫുൾ ആകാനുള്ള ഒരു കാരണം. ബിൽ ഗേറ്റ്സിനെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള എത്ര പേർക്ക് അതിനുള്ള അവസരം കിട്ടി? അപ്പൊ മോട്ടിവേഷൻ ടോക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ ലക്ക് എന്ന ഫാക്ടറിനെ മറക്കാതിരിക്കുക. പിന്നെ ഓൾറെഡി സാമ്പത്തിക അച്ചടക്കമില്ലാതെ ലോണൊക്കെ എടുത്ത് ഐഫോൺ വാങ്ങുന്ന ഒരു ജനതയിലേക്ക് കൂടുതൽ ചെലവാക്കിയാലേ കൂടുതൽ പണമുണ്ടാകൂ എന്നൊക്കെ പറയുന്നത് വലിയ ഡാമേജ് ആണ് സൃഷ്ടിക്കുക.